ഗാന്ധിജിയുടെ ജാതി ഏത്? ഗാന്ധിജിയുടെ ജാതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഏതാണ്? ബനിയ. ഏതാണ്? ബനിയ. മറക്കല്ലേ, ഗാന്ധിയുടെ ജാതി ഏതാണ്? ബനിയ. നമുക്കറിയാം, ജാതി ചോദിക്കരുത്, അത് പറയരുത്, അതിനെക്കുറിച്ച് ചിന്തിക്കുകയെ ചെയ്യരുത് എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരുദേവനാണ്. പക്ഷെ നമുക്കറിയാം, നവോത്ഥാനമൊക്കെ ഒരു ഭാഗത്ത് പറയും എന്നുണ്ടെങ്കിലും ഏതൊരു ആപ്ലിക്കേഷൻ ഫോം എടുത്താലും എന്ത് ഫില്ല് ചെയ്തേ പറ്റത്തുള്ളൂ? റിലീജിയൻ ആൻഡ് കാസ്റ്റ് അല്ലേ? അപ്പോൾ PSC ചോദിച്ച ചോദ്യമാണ്, മറക്കരുത്. ഗാന്ധിയുടെ ജാതി ഏതാണ്? ബനിയ. മറക്കല്ലേ, ഏതാണ്? ബനിയ. അടുത്ത ചോദ്യം, അവധിലെ നവാബായ വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? അവധിലെ നവാബായ ആരെയാണ്? വാജിദ് അലി ഷായെ സ്ഥാനഭ്രഷ്ടനാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആര്? ആരാണ്? ഓപ്ഷൻ സി ആരാണ്? ഡൽഹൌസി പ്രഭു. ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. മറക്കല്ലേ. അതുപോലെ അവധിനെ ഒരു ദിവസം നമ്മുടെ വായിലേക്ക് വീഴുവാൻ പോകുന്ന ഒരു ചെറി എന്ന് വിളിച്ചത് ആരാണ്? അതും ഡൽഹൌസി പ്രഭുവാണ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് ചോദിച്ചാൽ ആരാണ്? അതും ഡൽഹൌസി പ്രഭുവാണ്. അതുപോലെ വിധവാ പുനർവിവാഹ നിയമത്തിന് അതിൻ്റെ കരട് തയ്യാറാക്കിയത് ആര്? മറക്കല്ലേ, അതും ആരാണ്? അതും ഡൽഹൌസി പ്രഭുവാണ്. അതുപോലെ നമുക്കറിയാം, അടുത്ത മാസം 12-ാം തീയതി പരീക്ഷയാണ്. ദിവസം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സിലബസിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ, അത് ഫ്രീ നോട്ട്സുകൾ നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടുന്നവർ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആര്? ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് ആര്? തിരിഞ്ഞു പോകല്ലേ, ഇവിടെ ആരാണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്? റീഡിംഗ് ആണ്. ആരാണ്? റീഡിംഗ് ആണ്. അപ്പൊ ക്രിസ്ത്യൻ വൈസ്രോയി ചോദിച്ചാൽ ആരെ പറയണം? ഇർവിൻ. ചോദ്യം മറക്കലും, ക്രിസ്ത്യൻ വൈസ്രോയി ആണെങ്കിൽ ഇർവിൻ ആണ്. പക്ഷേ ജൂത വൈസ്രോയി ആണ് ചോദ്യമെങ്കിൽ ആരാണ്? അത് റീഡിംഗ് ആണ്. അടുത്ത ചോദ്യം, എൻഡോസൾഫാൻ സമര നായിക ആര്? എൻഡോസൾഫാൻ സമര നായിക ആര്? ആരായിരിക്കാം? ഓപ്ഷൻ ഡി ആരാണ്? ലീലാകുമാരി അമ്മ. ആരാണ്? ലീലാകുമാരി അമ്മ. അടുത്ത ചോദ്യം, പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം ഏത്? പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപം ഏത്? അപ്പൊ ഏത് കലാപത്തെ ആയിരിക്കാം പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്നത്? ഇതിനെയാണ് മലബാർ ലഹള. ഏതാണ്? മലബാർ ലഹള. അടുത്ത ചോദ്യം നോക്കാം. വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയ നവോത്ഥാന നായകൻ. വേലക്കാരൻ എന്ന പത്രം തുടങ്ങിയ നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, ക്രിസ്തുമതത്തെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ എഴുതിയ പുസ്തകം ഏത്? ക്രിസ്തുമതത്തെക്കുറിച്ച് ചട്ടമ്പി സ്വാമികൾ എഴുതിയ പുസ്തകം ഏത്? ഏത് പുസ്തകമാണ്? ക്രിസ്തുമത നിരൂപണം. ഏത് പുസ്തകമാണ്? ക്രിസ്തുമത നിരൂപണം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത്? കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത്? ഏതാണ്? ഉത്തരം കിട്ടിയോ? സമത്വ സമാജം. ഏതാണ്? സമത്വ സമാജം. അടുത്ത ചോദ്യം, കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്. കേരളത്തില് നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്. ഉത്തരം ഒല്ലുക്കര. ഏതാണ്? ഓപ്ഷൻ എ ഒല്ലുക്കര. അടുത്ത ചോദ്യം, ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ. കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആര്? കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി ആര്? ആരാണ്? റാണി ഗംഗാധര ലക്ഷ്മി. ആരാണ്? റാണി ഗംഗാധര ലക്ഷ്മി. അടുത്ത ചോദ്യം, മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ആരാണ്? ഉത്തരം ജോൺ പെന്നിക്കിക്ക്. ആരാണ്? ജോൺ പെന്നിക്കിക്ക്. മറക്കല്ലേ. അടുത്ത ചോദ്യം, കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് ഏതാണ്? മൂന്നാറാണ് കേട്ടോ. ഏതാണ്? മൂന്നാറിനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത്. തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് മറക്കല്ലേ. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? കിട്ടിയോ? ഏതാണ്? കുമളിയാണ്. ഏതാണ്? കുമളി. ചോദ്യം ശ്രദ്ധിക്കണം. തേക്കടിയുടെ കവാടം ഏതാണ്? കുമളി. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ
ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ? ഏതായിരിക്കാം കേരളത്തിലെ ആദ്യത്തെ തീരദേശ പോലീസ് സ്റ്റേഷൻ? ഉത്തരം ഏതാണ്? നീണ്ടകര. ഏതാണ്? നീണ്ടകര. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല? കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല? അപ്പോൾ ഓപ്ഷൻ നോക്കേ, നമുക്കറിയാം ഏതാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയാണ്. ഏതാണ്? കൊല്ലം. ചോദ്യം മറക്കല്ലും. കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? അത് കൊല്ലമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോണേ. കേരളത്തിന്റെ വടക്കേ അറ്റത്തുകൂടി ഒഴുകുന്ന നദി? കേരളത്തിന്റെ വടക്കേ അറ്റത്തുകൂടി ഒഴുകുന്ന നദി. അപ്പൊ ഏത് നദിയായിരിക്കാം അത്? ഉത്തരം കിട്ടിയോ? ഏതാണ്? മഞ്ചേശ്വരം പുഴ. ഏതാണ്? മഞ്ചേശ്വരം പുഴ. ചോദ്യം ശ്രദ്ധിക്കണം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുകൂടി ഒഴുകുന്ന നദി ഏതാണ്? അത് മഞ്ചേശ്വരം പുഴയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചോദ്യം. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? പെരിയാറാണ്. ഏതാണ്? ഓപ്ഷൻ ബി, പെരിയാർ. ചോദ്യം മറക്കല്ലും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? അത് പെരിയാറാണ്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി? ചോദ്യം ശ്രദ്ധിക്കണേ. പ്രാചീന കാലത്ത് എങ്ങനെയാണ് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതെന്നാണ് ചോദ്യം. അപ്പൊ ഏത് നദിയായിരിക്കാം? പമ്പ. ഏതാണ്? പമ്പ നദിയാണ്. അപ്പൊ എങ്ങനെ അറിയപ്പെട്ടിരുന്നത്? ബാരിസ്. ചോദ്യം മറക്കല്ലേ. അടുത്ത ചോദ്യം നോക്കാം. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹള? ചോദ്യം ശ്രദ്ധിക്കണേ. ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ അവിടെയുള്ള ആദിവാസി വിഭാഗം നടത്തിയ ലഹള ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഏതാണ്? കുറിച്യർ ലഹള. ഏതാണ്? കുറിച്യർ കലാപമാണ്. മറക്കല്ലേ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ശ്രദ്ധിക്കണേ. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം? പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതായിരിക്കാം? ഓപ്ഷൻ നോക്കിയേ. അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഫ്രാൻസ്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. ഏതാണ്? സ്വിറ്റ്സർലൻഡ്. ചോദ്യം ശ്രദ്ധിക്കണം. പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം അല്ലെ? ആലയം ഏതാണത്? അത് സ്വിറ്റ്സർലൻഡ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി. അടുത്ത ചോദ്യം. ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി? ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. ഏതാണ്? 42ാം ഭേദഗതി. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസിലാണ്? അപ്പൊ ഏത് കേസിലായിരിക്കാം? കേശവാനന്ദ ഭാരതി കേസ്. ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസ്. ചോദ്യം ശ്രദ്ധിച്ചോണേ. അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണത്? ഉത്തരം കിട്ടിയോ? ആരാണ്? ഫസൽ അലി. ആരാണ്? ഫസൽ അലി. ചോദ്യങ്ങൾ ശ്രദ്ധിക്കണേ. അടുത്ത ചോദ്യം. പാർലമെന്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത്? പാർലമെന്റ് സമ്മേളിക്കാത്ത അവസരങ്ങളിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആരായിരിക്കാം? രാഷ്ട്രപതി. ആരാണ്? രാഷ്ട്രപതി. അടുത്ത ചോദ്യം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം. അപ്പൊ ഏത് രാജ്യമായിരിക്കാം? ഉത്തരം കിട്ടിയോ? ഏതാണ്? സ്പെയിനാണ്. ഏത് രാജ്യമാണ്? സ്പെയിനാണ്. അടുത്ത ചോദ്യം. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയുന്നു, എന്നാൽ സ്ഥിതികോർജം? ചോദ്യം ശ്രദ്ധിക്കണേ. മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം കുറയുന്നു, എന്നാൽ സ്ഥിതികോർജം. അപ്പൊ ഇവിടെ ഏതായിരിക്കാം ശരി ഉത്തരം? ഓപ്ഷൻ ബി. ഏതാണ്? കൂടുന്നു. ഏതാണ്? കൂടുന്നു. അടുത്ത ചോദ്യം. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? സൂര്യപ്രകാശത്തിന് 7 നിറങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ? ഉത്തരം ഐസക് ന്യൂട്ടൻ. ആരാണ്? ഐസക് ന്യൂട്ടൻ. അടുത്ത ചോദ്യം നോക്കാം. പ്രകൃതിയാലുള്ളതിൽ വെച്ച് ഏറ്റവും കാഠിന്യം കൂടിയ വസ്തു? പ്രകൃതിയാലുള്ളതിൽ വെച്ച് ഏറ്റവും കാഠിന്യം കൂടിയ വസ്തു. അപ്പൊ ഏത് വസ്തുവാണത്? വജ്രം. ഏതാണ്? വജ്രം. അടുത്ത ചോദ്യം. വെള്ള ഫോസ്ഫറസ് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത്? വെള്ള ഫോസ്ഫറസ് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നത്? ഉത്തരം ഏതാണ്?
ഓക്കെ, കറുത്ത ഫോസ്ഫറസ്, മഞ്ഞ, ചുവന്ന, നീല. അപ്പൊ ഏതാണ് ഉത്തരം? ചുവന്ന ഫോസ്ഫറസ്. ഏതാണ്? ചുവന്ന ഫോസ്ഫറസ്. അടുത്ത ചോദ്യം, തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മൂലകം ഏതാണ്? അയഡിൻ ആണ്. ഏതാണ്? അയഡിൻ. അടുത്ത ചോദ്യം, ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്. ചൂടാക്കുമ്പോൾ ഭൗതികമാറ്റം സംഭവിക്കുന്ന പ്ലാസ്റ്റിക്. ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? തെർമോ പ്ലാസ്റ്റിക്. ഏതാണ്? തെർമോ പ്ലാസ്റ്റിക്. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം. ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം. ഉത്തരം ഏതാണ്? തായ്വാൻ. ഓക്കെ.